പ്രഭാതത്തിൽ പരിശുദ്ധ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും മധ്യസ്ഥതയ്ക്കും ആരാധനയ്ക്കുമായി കടന്നു വന്നിരിക്കുന്ന മഹാദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും നിസ്തുലനായ യേശു ക്രിസ്തുവിൻ്റെ വന്ദിനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. സ്തോത്രം. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നല്ലോ. യു ഹാവ് ബീൻ അപ്പോയിന്റഡ് ഫോർ ഓൾ ദീസ് അഫ്ലിക്ഷൻസ്. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാം ഒരുപക്ഷെ വായിച്ചു വിടുന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കാം. ശ്രദ്ധിക്കുക, കഷ്ടം അനുഭവിപ്പാനായിട്ട് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അപ്പോയിന്റ് ചെയ്തു എങ്കിൽ ഓർത്തുകൊള്ളുക, നമുക്കതിനുള്ള കൃപയും കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ കഷ്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും പതറിപ്പോകാതെ, പ്രതികൂലങ്ങളിൽ ഒരിക്കലും നാം പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, എത്ര വലിയ കൊടിയ പീഡകൾ കടന്നു വന്നാലും, പ്രശ്നങ്ങൾ കടന്നു വന്നാലും, പ്രോസിക്യൂഷൻ എത്ര കഠിനമായിരുന്നാലും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സർവശക്തനായ ദൈവം നമുക്ക് തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തികളെ ചെയ്യും എന്ന് നാം അറിഞ്ഞുകൊള്ളുക. ദൈവം നമ്മളെ നിയമിച്ചു. ഈ ലോകത്തിൽ പല രീതിയിലുള്ള പഠിപ്പിക്കലുകളുണ്ട്. ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ പ്രോസ്പെരിറ്റി തിയോളജികളും ഒക്കെ വന്നിട്ട് പാപമില്ല, കഷ്ടമില്ല, ഇതെല്ലാം ക്രൂശിൽ കർത്താവ് മരിച്ചതോടുകൂടെ എല്ലാ പ്രവൃത്തികളും എല്ലാ കാര്യങ്ങളും തീർന്നു. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, നമ്മൾ ഇങ്ങനെ അനുഗ്രഹം ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വഞ്ചിക്കുന്ന വഞ്ചകന്മാർ അനേകർ ഈ ലോകത്തിൽ പുറപ്പെട്ടിരിക്കാൻ നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും ദൈവം പറയുന്നു. വചനത്തിൽ വായിക്കുന്ന ശിഷ്യന്മാരെ പോലും തെറ്റിച്ചു കളയും, മൃതന്മാരെ പോലും തെറ്റിച്ചു കളയും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കൊടിയ ദുരുപദേശം എന്ന് പറഞ്ഞാൽ ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഇവര് വഞ്ചനയിലൂടെ, ചതിയിലൂടെ വിശുദ്ധന്മാരെ തെറ്റിച്ചു കളയും. സാധാരണ വിശ്വാസികളെ അല്ല, വെറും നോർമൽ വിശ്വാസികളെ അല്ല, വല്ലപ്പോഴും സഭയിൽ വരുന്നവരെ അല്ല, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ദൈവവചനം പ്രഘോഷിക്കുന്ന, കർത്താവിന് വേണ്ടി വളരെ വളരെ ഫലം കായ്ക്കുന്ന വിശുദ്ധന്മാരെ തെറ്റിച്ചു കളയുമെന്നും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് കർത്താവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇതൊന്നും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷേ ഇത് സത്യമാണ്. നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, യഥാർത്ഥമായി മാനസാന്തരപ്പെടുമ്പോൾ, യഥാർത്ഥമായി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ധൈര്യമുണ്ട്. എന്ത് കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് അസാധാരണമായ ഒരു ധൈര്യം കടന്നു വരുവാൻ ഇടയായി തീർന്നു. എനിക്കൊരിക്കലും അറിയത്തില്ല, അറിഞ്ഞിട്ട് പോലുമില്ല, ക്രിസ്ത്യാനികൾക്ക് ഈ ഭൂമിയിൽ പീഡയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഈ ഭൂമിയിൽ കഷ്ടതകളുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സകല പ്രശ്നങ്ങളും മാറി പിന്നെ അടിക്കടി ഉയർച്ചയാണെന്നൊക്കെയാണ് കേട്ടിരുന്നത്. എന്നാൽ കർത്താവ് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ശരിക്ക് വിലപിച്ച് കരഞ്ഞ് മാനസാന്തരം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ സംഭവിക്കുന്നത്, കർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള ഒരു മനസ്സ് ആ നിമിഷം തന്നെ. ആരെങ്കിലും ബൈബിൾ ക്ലാസ് എടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ കഷ്ടതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വചനങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമോ അല്ലാതെ തന്നെ യഥാർത്ഥമായി ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ, അനുതാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ, അത് ഈ കർത്താവിൻ്റെ ആ സ്നേഹം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ, ഇത്ര വലിയ സ്നേഹം, ഇത്ര വലിയ ത്യാഗം സഹിച്ച് കൊടുംപാപിയായ, നീചപാപിയായ, ദുഷ്ടനായിരുന്ന, അതേ ശത്രുവായിരുന്ന, ഒരു നന്മയും ഇല്ലാതിരുന്ന, വിഗ്രഹങ്ങളെ ആരാധിച്ച് നടന്ന, ഒരു കണ്ണിനും ദയയില്ലാതെ വണ്ണം
ദുഷ്ടപ്രവൃത്തികളാൽ ജീവിച്ച മനുഷ്യരെ രക്ഷിക്കുവാൻ കർത്താവ് കാണിച്ച ആ വലിയ സ്നേഹം ഓർത്തു കഴിഞ്ഞപ്പോൾ, ആ ഇത്ര വലിയ സ്നേഹം, ആ സ്നേഹത്തിന്റെ മുമ്പാകെ ആ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പോൾ തന്നെ ഉള്ളിൽ കടന്നു വന്ന ഒരു വലിയ ആഗ്രഹമാണ് ഈ നല്ല കർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ഒരുക്കം. എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കടന്നു വന്നത് വെറും ത്യാഗം സഹിക്കുക മാത്രമല്ല, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു സമർപ്പണം മാത്രമല്ല, കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ, ആ വചനത്തിൽ വായിക്കും, തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും. ജീവനെ കളയുവാനുള്ള ഒരു മനസ്സ് നോക്കണം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ചില ദിവസങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ജീവനെ കളയുവാൻ ഒരു അവസരം ലഭിച്ചാൽ, ഇന്നത്തെ ദിവസം കർത്താവെ ജീവനെ കളയുവാൻ ഒരു അവസരം ലഭിച്ചാൽ സന്തോഷത്തോടുകൂടെ ജീവനെ കളയുവാൻ കർത്താവെ കൃപ തരണമേ എന്നും പ്രാർത്ഥിക്കും. കാരണം നമ്മൾ പ്രതികൂലത്തിൽ ആരൊക്കെ പിടിച്ചു നിൽക്കും, പീഡയിൽ ആരൊക്കെ പിടിച്ചു നിൽക്കും, പ്രതികൂലങ്ങൾ വരുമ്പോൾ എത്ര പേര് വിശ്വാസം കണ്ടെത്തും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം അറിയത്തില്ല, ഇയ്യോബിനെ പോലെ എല്ലാവർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. പത്രോസിനെ കുറിച്ച് പറയുന്നത്, നിന്റെ വിശ്വാസം പോയി പോകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സാത്താൻ നമ്മളെ കുറിച്ച് വാദിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കാർക്കും പിടിച്ചു നിൽക്കുവാൻ, കാരണം ഇതുവരെ ശരിക്കുള്ള പീഡ നമ്മൾ കണ്ടിട്ടില്ല, ഉപദ്രവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട അവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ജയിലിൽ അടയ്ക്കപ്പെടുന്നുണ്ട്, അവിടങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായി 1-ാം നൂറ്റാണ്ടിൽ നടന്ന കൊടും പീഡ, ആ പീഡയുടെ ഒരു 1000-ൽ 1 അംശം പോലും ഇന്ന് നടക്കുന്നില്ല. തീർച്ചയായിട്ടും നൈജീരിയയിലൊക്കെ നടക്കുന്ന ഒരു മാസം അവിടെ 30-40 വിശ്വാസികളാണ് അവിടെ ചുട്ടരിക്കപ്പെടുന്നതും അതിദാരുണമായി ഈ ഇസ്ലാമിക ഭീകരന്മാർ കൊണ്ടുപോയി ക്രൂരമായി കൊല്ലുന്നതും പിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് വിലപേശുന്നതും ഒക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ വാർത്തകളൊന്നും, ഈ ആഫ്രിക്കയിലെ വാർത്തകളൊന്നും ആരും അറിയുന്നില്ല. ഈ പുറം ലോകത്തൊന്നും ആരും ഇത് അറിയുന്നില്ല. പ്രത്യേകിച്ച് മറ്റുള്ള ന്യൂസ് ഏജൻസികളൊന്നും ഇതൊന്നും കാരണം ഇത് കൊടുത്തുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം കിട്ടുവാനാണ് എന്ന് അവർക്ക് സർക്കുലേഷൻ കൂടുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ പത്രക്കാരെന്ന് പറയുന്നതും അവരുടെ ലാഭത്തിന് വേണ്ടി, അവരുടെ സർക്കുലേഷൻ കൂടുവാൻ വേണ്ടി, അവർക്ക് ലൈക്ക് കിട്ടുവാൻ വേണ്ടി നോക്കണം. ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര ഫേവർ കിട്ടുവാൻ, അല്ലെങ്കിൽ എത്ര ലൈക്ക് കിട്ടുവാൻ, അല്ലെങ്കിൽ എത്ര സർക്കുലേഷൻ കൂടും. എന്നാൽ മറ്റുള്ള ഇസ്ലാമിനെ കുറിച്ചോ മറ്റുള്ള ഏതെങ്കിലും ഒരു വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂടപ്പം പോലെ അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിക്കുകയും, അതുകൊണ്ട് മീഡിയ, നല്ലൊരു ശതമാനം മീഡിയകളും ഇപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ, അതായത് യഥാർത്ഥമായ ന്യൂസിനേക്കാൾ അപ്പുറമായിട്ട് മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് എന്താണോ, മനുഷ്യർ ആഗ്രഹിക്കുന്നത് എന്താണോ, മനുഷ്യര് വായിച്ചാൽ എങ്ങനെയാണോ അവരുടെ മനസ്സിന് അതിന് ഇൻട്രസ്റ്റ്, ലൈക്കിൽ വരുന്നതും ആ രീതിയിലുള്ള ന്യൂസുകളാണ് ഇന്ന് ഏകദേശം നല്ലൊരു ശതമാനം 99.9% മീഡിയകളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ലോകത്തിൽ അനേകായിരങ്ങൾ കേൾക്കും എന്ന് വിശ്വസിക്കുന്നു. ദൈവമക്കളെ നന്നായിട്ട് ഓർത്തുകൊള്ളുക. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനും, ഫിലിപ്പിയർ 1:29, അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇതൊരു വരമാണ്, നമുക്കറിയാവുന്ന വചനമാണ്, ദൈവദാസന്മാരെല്ലാവരും പ്രസംഗിക്കുന്ന വചനമാണ്. ഫിലിപ്പിയർ 1:29 എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വചനമാണ്. ഇവിടെ പറയുകയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, ഒരു സാധാരണ വിശ്വാസിയായിട്ടിരിക്കുക മാത്രമല്ല, ബൈബിളിൽ വിശ്വസിക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിനെ അനുകരിക്കുക മാത്രമല്ല, യേശുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ദൈവം നമുക്ക്
വരം നൽകിയിരിക്കുന്നു. ദൈവം നമുക്ക് വരം നൽകി. ഇതൊരു വരമാണ്, ആരും ചോദിക്കാത്ത, ആരും ആഗ്രഹിക്കാത്ത ഒരു വരമാണ് എന്ന് പറഞ്ഞിട്ട് ഈ വചനം വായിച്ചിട്ട് ഒരു ദൈവദാസൻ ഇരുന്ന് ഉപവസിക്കാൻ വേണ്ടി തുടങ്ങി. കർത്താവെ, എനിക്ക് കഷ്ടം തരണമേ, കഷ്ടം തരണമേ, കഷ്ടം തരണമേ. ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. കഷ്ടം തരികയാണെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം ഒരല്പം ഇദ്ദേഹത്തിന്റെ ഈ ഉപവാസം അങ്ങ് കഠിനമായി കഴിഞ്ഞപ്പോൾ, ഈ പ്രാർത്ഥന അങ്ങ് കഠിനമായി കഴിഞ്ഞപ്പോൾ, കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം ഒരു ശകലം കഷ്ടം ജീവിതത്തിലേക്ക് കൊടുത്തു. ഈ കഷ്ടതയുടെ ഒരു 1000-1 സഹിക്കാൻ മേലാതെ ഇദ്ദേഹം വീണ്ടും കിടന്ന് കരഞ്ഞ് ഉപവസിക്കാൻ വേണ്ടി തുടങ്ങി. കർത്താവെ, ഈ കഷ്ടം എനിക്ക് സഹിക്കാൻ വേണ്ടി കഴിയത്തില്ല, ദയവായി ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്ത് മാറ്റിത്തരണമേ. കാരണം അത്രയ്ക്ക് ഭയാനകമായിരുന്നു, ഭാരമേറിയതായിരുന്നു ആ കഷ്ടത. അപ്പൊ നമ്മളാരും ഈ കഷ്ടത തരണമേ എന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണ്ട. കർത്താവ് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ, യഥാർത്ഥമായി സുവിശേഷം അറിയിക്കുന്ന ഒരു സുവിശേഷകനാണെന്നുണ്ടെങ്കിൽ, ഏത് നിമിഷവും അപകടം നമ്മുടെ മുമ്പിലുണ്ട്, ഏത് നിമിഷവും പ്രതികൂലം നമ്മുടെ മുമ്പിലുണ്ട്, ഏത് നിമിഷവും കഷ്ടത നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള കാര്യം സത്യസുവിശേഷകർ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കണം. എന്നാൽ കപടവിശ്വാസികൾ അവിടെ അല്പം ഇവിടെ അല്പം, സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം, എനിക്കും കിട്ടണം പണം, ഇങ്ങനെ ഈ കള്ള ശിഷ്യന്മാര് അല്ലെങ്കിൽ കാപട്യമുള്ളവരും ഈ യഥാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിക്കാതെ ഈ സുവിശേഷകരുടെ വേഷമൊക്കെ കെട്ടി നടക്കുന്നവർക്കും ഇതൊന്നും ഒരു ബാധകമല്ലെന്നുള്ള കാര്യം കൂടെ നാം അറിഞ്ഞിരിക്കണം. എന്നാൽ യഥാർത്ഥമായി ഭക്തിയോടുകൂടെ യഥാർത്ഥമായി ജീവിക്കുന്ന യഥാർത്ഥമായ ഒരു ഭക്തൻ, കാരണം കർത്താവ് തന്നെ പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. നോക്കണം, കർത്താവ് എത്ര സ്പഷ്ടമായിട്ടാണ്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം പൂമാലയുമായിട്ട് മാലാഖമാര് കാവലുണ്ടെന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചല്ല നമ്മുടെ കർത്താവ് ആളുകളെ വിളിച്ച് വെളിയിലിറക്കിയതും. നമ്മുടെ കർത്താവ് ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ഈ ലോകത്തിലെ ഒരു ഗുരുക്കന്മാരും, നോക്കണം, ചില മത നേതാക്കന്മാർ ആളുകളെ കൂട്ടിയത് എങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊള്ളയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ, നിങ്ങൾ കൊള്ളയിടുവാൻ വേണ്ടി അതായത് കച്ചവട സാധനങ്ങളുമായിട്ടും വരുമ്പോൾ, കച്ചവട സാധനങ്ങളുമായിട്ട് വരുന്നവരെ ആക്രമിച്ച് അവരെ കൊല്ലുവാൻ, അവരെ തോൽപ്പിക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കൊള്ള മുതലും 1/5 ഞാൻ എടുക്കും, ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ആർക്കാ താല്പര്യമില്ലാത്തതും അങ്ങനെ ആളുകളെ കൂട്ടി ചെറിയ ചെറിയ കൊള്ളകൾ വേണ്ടി തുടങ്ങി. വഴിയരികിൽ മരുഭൂമിയിൽ പതിയിരുന്നും, അത് പർവ്വതങ്ങളുടെയും മലകളുടെയും കുന്നുകളുടെയും താഴ്വരകളുടെയും ഒക്കെ പതിയിരുന്നും ഈ പാവങ്ങള് കുടുംബം പുലർത്തുവാൻ വേണ്ടി കുടുംബം ഉപേക്ഷിച്ച് വീട് വിട്ട് വളരെ ദൂരം, ദീർഘദൂരം, സിറിയയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കച്ചവട സാധനങ്ങളുമായിട്ട് വിൽക്കുവാൻ വേണ്ടി എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ടാണ് വരുന്നതെന്നറിയാം. ഒരുപക്ഷെ വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ഒരു കച്ചവടം നടക്കുന്നത്. ഒരു വർഷം സ്വരൂപിച്ച് സാധനങ്ങളുമായിട്ട് വിൽക്കുവാൻ വേണ്ടി, കച്ചവടം ചെയ്യുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ, ഇവിടെ പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തികൾ കൂട്ടം കൂടി ആളുകളെ എല്ലാം കൂടെ കൂട്ടി വളഞ്ഞിരുന്നും കടന്നു വരുന്ന ആളുകളെ അവരുടെ ക്യാരവാനൊക്കെ ആക്രമിച്ച് അവരുടെ സാധനങ്ങളെല്ലാം കൊള്ളയിട്ടും, നോക്കണം, സാധനം കൊള്ളയിട്ടുകൊണ്ട് പോയാലും വേണ്ടിയില്ല, ഈ പാവങ്ങളെ നിഷ്കരണം കൊന്നുകളയുകയും കൂടെ ചെന്ന് കഴിയുമ്പോൾ അത് ഭയങ്കരമായൊരു ദാരുണമായൊരു പ്രവൃത്തിയാണ്. അങ്ങനെ ഈ കൊള്ള മുതൽ ഇങ്ങനെ കൂടുവാൻ വേണ്ടി തുടങ്ങി, അനുയായികൾ ഇങ്ങനെ കൂടുവാൻ വേണ്ടി തുടങ്ങി, അംഗബലം കൂടുവാൻ വേണ്ടി തുടങ്ങി, ശക്തി കൂടുവാൻ വേണ്ടി തുടങ്ങി, ബലം വർദ്ധിക്കുവാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ പണം മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, പെണ്ണില്ലാതെ കാര്യം നടക്കത്തില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, യഹൂദന്മാരെയും അവരുടെ കോട്ടകളൊക്കെ ഇങ്ങനെ, ആ ഭൂപ്രദേശം മുഴുവനും യഹൂദന്റെ സ്വന്തമായിരുന്നു. യാത്രിബ് എന്ന് പറയുന്ന പേരായിരുന്നു ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. മുഴുവൻ യഹൂദൻ. നോക്കണം, AD 70 യെരുശലേമിൽ നിന്നും ചിതറിപ്പോയ യഹൂദന്മാരും, നോക്കണം, ചിതറിപ്പോകുവാൻ പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. ഒരു കൂട്ടം യഹൂദന്മാർ നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ കൊച്ചു കേരളത്തിലും അഭയം പ്രാപിക്കുവാനിടയായി തീർന്നു. അവർ ജർമ്മനിയിലേക്കും സ്പെയിനിലേക്കും പോളണ്ടിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യഹൂദന്മാർ ചിതറിയോടിയപ്പോൾ, എങ്ങോട്ട് ചിതറിയോടണമെന്നറിയാതെ ഒരു കൂട്ടം യഹൂദന്മാർ അറേബ്യൻ മരുഭൂമിയിലേക്ക് അവർ ചിതറിയോടി. ഓടി അവർ ചെന്ന് മദീനയിൽ, അവിടെ മരുഭൂമിയാണ്, അവിടെ ജനവാസങ്ങളൊന്നുമില്ല, ആരുമില്ലാത്ത ഒരു പച്ചപ്പുമില്ലാത്ത ആ മരുഭൂമിയിൽ അവർ കൂടാരമടിച്ച് അവരവിടെ കുഴിച്ച് അവർ വെള്ളം കണ്ടെത്തി, അവര് എന്ത് ചെയ്തു, അവിടെ കൃഷി ആരംഭിച്ചു. മരുഭൂമി അവർ നനച്ച്
നനച്ച് അവരെന്താക്കി മാറ്റി? അവർ മലർവാടിയാക്കി മാറ്റി, അവർ പൂന്തോട്ടങ്ങളാക്കി മാറ്റി, വലിയ വലിയ കൃഷിഭൂമികളാക്കി മാറ്റി, അവരവിടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു, വലിയ വലിയ കോട്ടകൾ ഉണ്ടാക്കി, അനേകം ട്രൈബുകൾ അവിടെ രൂപാന്തരപ്പെട്ടു. നോക്കണം, ഈ മതം അവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഏകദേശം 20,000-ഓളം യഹൂദന്മാരായിട്ട് ആ സമൂഹം വളർന്നു വലുതായിരുന്നു. ഇന്ന് ആ സമൂഹം 20,000 യഹൂദന്മാർ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ 20,000 യഹൂദന്മാർ ഈ കാലഘട്ടത്തിൽ എത്ര ലക്ഷമായിട്ട് വർദ്ധിച്ചു വരണമായിരുന്നു. 1948 ജെറുസലേമിലും ഈ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ യഹൂദന്മാരും ഇസ്രായേലിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ അറേബ്യയിൽ നിന്നും മടങ്ങിപ്പോകുവാൻ അനേകരായിട്ടുണ്ടായിരുന്ന ഒരു യഹൂദന്മാരിൽ ഒരാൾ പോലും ശേഷിച്ചില്ല യഹൂദനായിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ. എല്ലാവരും നിർബന്ധത്താൽ എന്ത് സംഭവിച്ചു? മതത്തിൽ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. അവരുടെ കോട്ടകൾ വളർന്നു. പുരുഷന്മാരെയെല്ലാം ഒറ്റ ദിവസം തന്നെ 900 യഹൂദന്മാരെയാണ് കീഴടങ്ങിയാൽ നിങ്ങളെ പോകുവാൻ അനുവദിക്കാമെന്നുള്ള കണ്ടീഷനിൽ അവർ കീഴടങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ കൈകളെല്ലാം പുറകിലോട്ട് ബന്ധിച്ചു വെച്ചിട്ടും ആ 900 യഹൂദന്മാരെ ഒരൊറ്റ ദിവസം അവരെ ശിരസ് ഛേദിച്ചു ഒരു വലിയ കിടങ്ങുണ്ടാക്കി. ഈ കിടങ്ങിനകത്തേക്ക് ഇവരുടെ കഴുത്തറത്തും ഈ യഹൂദന്മാരെ തള്ളിയ ചരിത്രം ഖൈബർ യുദ്ധത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊക്കെയാണ് മതം സ്ഥാപിച്ചതും മതത്തിൻ്റെതായ വ്യാപ്തി വ്യാപരിപ്പിച്ചതും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കപടം വാഗ്ദത്തങ്ങൾ ഒന്നും കൊടുത്തില്ല. പെണ്ണിനെ തരാമെന്ന് പറഞ്ഞില്ല, കൊള്ള തരാമെന്ന് പറഞ്ഞില്ല, കൊള്ളയിടാമെന്ന് പറഞ്ഞില്ല, മറ്റുള്ളവരെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്ന് പറഞ്ഞില്ല, തട്ടിയെടുക്കണമെന്ന് പറഞ്ഞില്ല, കൊല ചെയ്യണമെന്ന് പറഞ്ഞില്ല. നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം വളരെ സ്പഷ്ടമാണ്, വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്നും ഈ ലോകത്തിലെ ഒരു രാഷ്ട്രീയക്കാരും പറയാത്ത കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ഇപ്പൊ ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളെ ചന്ദ്രനിൽ വരെ ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറയുന്നത്. ഇതങ്ങ് മാറും, നമ്മുടെ സംസ്ഥാനം തന്നെ അങ്ങ് മാറുമെന്നാണ് പറയുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് തറവാട്ടിൽ പിറന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്ന് ഇപ്പൊ എല്ലാം ശരിയായി കിടക്കുകയാണ്. സ്വന്തം നിൽക്കുന്ന സ്ഥലം പോലും കടത്തിലാണ്. വീണ്ടും കടമെടുത്ത് ഇനി കടം മേടിച്ചവർ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇറങ്ങി കൊടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ വീടാണെന്ന് പറയുവാനൊന്നും യാതൊരു അധികാരവുമില്ല. കരം കൊടുക്കുന്നുണ്ട്, സംഗതി ശരിയാണ്. അതുകൊണ്ട് അത് നമ്മുടെ സ്ഥലമാണെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം നമ്മളെയും നമ്മുടെ വീടും നമ്മുടെ പുരയിടവും എല്ലാം കടം വെച്ച് കഴിഞ്ഞു. ഇനി കടം മേടിക്കാനായിട്ട് യാതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്ന് എല്ലാം ശരിയാക്കി ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പട്ടിണിയിലേക്ക് അല്ലെങ്കിൽ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഈ ഭൂമിയിൽ ഒന്നും ശരിയാക്കുവാൻ കഴിയുകയില്ല. ആർക്കും ഒന്നും ശരിയാക്കുവാൻ കഴിയത്തില്ല. ശരിയാക്കാൻ വരുന്നവരെല്ലാവരും ശരിയായി പോകുകയുള്ളൂ. എന്നാൽ ശരിയായിട്ടുള്ള ഒരു ഭരണം ഒരുത്തൻ നീതിയോടെ വാഴും. എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും എൻ്റെ കൈകൾ എത്ര കളങ്കമില്ലാത്തതാണെന്ന് പറഞ്ഞാലും, എൻ്റെ ശുദ്ധം എത്ര ഹൃദയമാണെന്ന് പറഞ്ഞാലും, ശർക്കരക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ നക്കാത്തവന്മാരും വളരെ ചുരുക്കമാണ്. കണ്ണ് മഞ്ഞളിച്ചു പോകാത്തവർ വളരെ ചുരുക്കമാണ്. കക്കാൻ ഒരു അവസരം കിട്ടിയാൽ കക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് പലരും കക്കാത്തതും. എന്നാൽ കക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കക്കാത്തവർ വളരെ ചുരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരാൾ പോലും സത്യവാന്മാരില്ല, നീതിമാൻ എല്ലാം കപടമാണ്, വഞ്ചനയാണ്, ചതിയെന്നുള്ള കാര്യം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിയോടെ വാഴുന്ന കള്ളമോ ചതിവോ കളവോ ഇല്ലാത്ത ഒരു കാലം നമ്മൾ ഈ ഭൂമിയിൽ കാണുവാൻ വേണ്ടി പോകുകയാണ്. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണും. നിശ്ചയമായിട്ടും ആ രാജ്യത്തിൽ നമ്മൾ അംഗങ്ങളായിരിക്കും. ആ ശുഭപ്രതീക്ഷയിലാണ്, ആ വലിയ പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാക്കും. അങ്ങനെ എല്ലാം ശരിയാക്കുന്ന ഒരു നാളും നമ്മുടെ മുമ്പിൽ സംജാതമാകുവാൻ വേണ്ടി പോവുകയാണ്. കർത്താവ് കള്ളമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ ഇന്ന സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും.
നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങളുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾക്ക് ഒരിക്കലും താഴ്ച വരികയില്ല, നിങ്ങൾക്ക് അടിക്കടി ഉയർച്ചകൾ മാത്രമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ മാത്രമാണ് ദൈവം, നിങ്ങൾക്കറിയാമല്ലോ എത്രയെത്ര അത്ഭുതങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എന്നയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് എന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ മാറുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും താഴ്ച ഭവിക്കുകയില്ല, നിങ്ങൾ ഉയർച്ച തന്നെ ഭവിക്കുമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. മറിച്ച് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോടും വളരെ വ്യക്തമായ ഉപദേശം കർത്താവ് കൊടുക്കുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ അയക്കുന്നതും അതേ ചെന്നായ്ക്കളുടെ കൂർത്തുമൂർത്ത നഖങ്ങളുള്ള, അതേ വലിയ പല്ലുകളുള്ള, കടിച്ചു കീറുവാൻ വലിയ ശക്തിയുള്ള പല്ലുകളുള്ള ചെന്നായ്ക്കളുടെ നടുവിലേക്കും. അത് ചെന്നായുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കുഞ്ഞാടുകളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ചെന്നായി എന്ന് പറയുന്നതും. ചെന്നായി എവിടെ ഒരാടിനെ കിട്ടിയാലും, ഒരാട്ടിൻ കൂട്ടത്തെ കണ്ടാലും കടിച്ചു കീറാതെ ഇരിക്കുകയില്ല. അങ്ങനെ കടിച്ചു കീറുന്ന കൂർത്തുമൂർത്ത നഖങ്ങളും പല്ലുകളുമുള്ള ചെന്നായ്ക്കളുടെ കൂട്ടങ്ങളുടെ നടുവിലേക്കാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നതും. ആ യാഥാർത്ഥ്യം ഓരോ ദൈവദാസന്മാരും ദൈവവിശ്വാസികളും അറിഞ്ഞിരിക്കണം ഇന്ന് കർത്താവിൻ്റെ ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, പോകുക, പക്ഷെ ഒരു കാര്യം എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നോക്കണം, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം മാത്രമേ ഉള്ളൂ. എല്ലാവരും അനേകര് സാക്ഷ്യം പറയുന്നു, അവരുടെ കഷ്ടങ്ങൾ എത്ര കഠിനമാണ്, എത്ര ഭയാനകമായ കഷ്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എങ്കിലും കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കഷ്ടം മാത്രമേ ഇതുവരെ, നിങ്ങൾ കഷ്ടത ഒത്തിരി സഹിച്ചിട്ടുണ്ട്, എന്നാൽ കർത്താവ് ചോദിക്കുന്നു, ഞാൻ കഷ്ടം സഹിച്ച് ആ കഷ്ടതയിൽ മരിച്ച ആളാണ്. നിങ്ങൾ ആരും ഇതുവരെ കഷ്ടം സഹിച്ച് മരിച്ചിട്ടില്ല, കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ ആ കഷ്ടം സഹിച്ച് കഷ്ടതയിൽ മരിച്ച ആളാണ്, പക്ഷേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, ലോകത്തെ ജയിച്ചവനായ നമ്മുടെ കർത്താവും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട, ധൈര്യപ്പെടുക. ഈ കഷ്ടതകളെല്ലാം നിമിഷ നേരങ്ങൾക്ക് ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കഷ്ടതയിലും എന്തുണ്ട്? ഒരു സുഖമുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മമെന്ന് പറയുന്നതും, ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഗുണമെന്ന് പറയുന്നതും, ആ ബലമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എത്ര വലിയ കഷ്ടതയിലാണെങ്കിലും അതിൻ്റെ നടുവിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്, ഒരു സുഖമുണ്ട്. അതാണ് കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ. അത് ദൈവജനങ്ങൾ കഷ്ടതയിലൂടെ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു ദൈവീകമായ സാന്നിധ്യമുണ്ട്. എത്ര വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും, കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ നടുവിലും ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യും? കർത്താവിന് പാടും. നമുക്കറിയാം, അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? വസ്ത്രങ്ങൾ ഒഴിഞ്ഞും വസ്ത്രങ്ങൾ ഒഴിഞ്ഞും അവരെ നഗ്നരാക്കി, അവരെ കോലുകൊണ്ട് അടിച്ച്, അവരെ നിലത്തിട്ട് ചവിട്ടി വലിച്ചഴിച്ച് ശരീരമാസകല മുറിവുകളാൽ നിറയപ്പെട്ടും നോക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ തടവറയിൽ റോമൻ ജയിലിൽ കൊണ്ടുപോയി അടച്ചു. കാലുകളും കൈകളും ചമ്മട്ടികളാൽ കാലുകളും കൈകളും ആമത്തിലിട്ട് പൂട്ടി. വേദന കൊണ്ട് ശരീരമാസകലം. നമ്മളത് വായിക്കുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവരെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി ആ ചോരയെല്ലാം ഒപ്പിയെടുത്തു, ആ ചോരയെല്ലാം തുടച്ചെടുത്തു. നോക്കണം, അത്രയ്ക്ക് ശരീരം മുഴുവനും മുറിവുകളേറ്റും പച്ച മാംസം മുറിഞ്ഞ് ചോര ഒഴുകുമ്പോൾ, ആ മുറിഞ്ഞ ശരീരം നിലത്തുകൂടെ വലിച്ചഴിക്കുമ്പോൾ ആ മുറിവുകളിനകത്തെല്ലാം മണ്ണ് കയറി അതിവേദനയോടുകൂടെ ശരീരമാസകലം നുറുങ്ങുന്ന വേദനയാണ്, പിടയുന്ന വേദനയാണ്, പ്രാണൻ കടന്നു പിടയുകയാണ്. എന്നിട്ടും അതിൻ്റെ നടുവിൽ അപ്പോസ്തലന്മാരും അതിനപ്പുറമായി ക്രൂശിതനായ യേശുക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പാടുവാൻ വേണ്ടി കഴിഞ്ഞു, അവർ ആരാധിക്കുവാൻ വേണ്ടി തുടങ്ങി, അവർ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി തുടങ്ങി, അവർ നന്ദി പറയുവാൻ വേണ്ടി തുടങ്ങി. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നതും. എത്ര വലിയ കൊടിയ പീഡകൾ വന്നാലും, കഷ്ടതകൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും ഒരു യഥാർത്ഥമായ ദൈവ പൈതൽ പാടിക്കൊണ്ടേയിരിക്കും, സ്തുതിച്ചുകൊണ്ടേയിരിക്കും, ആരാധിച്ചുകൊണ്ടേയിരിക്കും.
ഒരു ദൈവവേദലിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവന്റെ ആരാധനയാണ്. അവൻ ആരാധിക്കുമ്പോൾ, അവൻ ഹൃദയം തുറന്ന് ദൈവത്തിന് പാട്ടുപാടുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകും. പ്രശ്നം അതിഗംഭീരമാണ്, അതിഭയാനകമായ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന്റെ നടുവിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും കർത്താവിങ്കലേക്ക് നോക്കി പാടുമ്പോൾ, ആശ്വാസത്തിന്റെ ഗീതങ്ങൾ പാടുമ്പോൾ, കർത്താവിനെ ആരാധിക്കുന്ന പാട്ടുകൾ പാടുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പലരും ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. പക്ഷെ ഒരു കാര്യം, എവിടെ ദൈവത്തിന് മഹത്വം ലഭിക്കുന്നു, ആര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നോ, ദൈവത്തിന് ഇറങ്ങി വരാതെ ഇരിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിനെ ചലിക്കാതെ ഇരിക്കുവാൻ കഴിയത്തില്ല. ചിലർ ആരാധനയെ ഇഷ്ടപ്പെടാത്തവരാണ്. എന്നാൽ ഇന്ന് കാണിക്കുന്ന ചില കോപ്രായങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നവരുടെ നടുവിലേക്കും ദൈവത്തിന് ഇറങ്ങി വരാതെ ഇരിക്കുവാൻ കഴിയത്തില്ല. നോക്കണം, ഇത്ര നുറുങ്ങുന്ന ശരീരമാസകലം മുറിവുകളേറ്റ് പിടയുമ്പോഴും അവർ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ദൈവം അവിടെ ചെയ്തത് ചെറിയ കാര്യമല്ല. മറിച്ച് ആ ജയിലിന്റെ അവിടെ വലിയ ഭൂകമ്പമുണ്ടായി. ജയിലിന്റെ അടിസ്ഥാനങ്ങൾ മുഴുവൻ നിന്ന് കുലുങ്ങി. ബന്ധനത്തിൽ കിടന്ന, നോക്കണം, ആ ജയിലിനകത്ത് കിടക്കുന്നത് ക്രൂരന്മാരായ കുറ്റവാളികളാണ്. തടവറയിൽ കിടക്കുന്നത് അവർ കുറ്റം ചെയ്തവരാണ് കിടക്കുന്നത്. അവർ ശിക്ഷയ്ക്ക് യോഗ്യരാണ്. എന്നിട്ടും എന്താ സംഭവിച്ചെന്നറിയാമോ? സകല തടവുകാരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനിടയായി തീർന്നു. അതാണ്, നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബന്ധനം മാത്രമല്ല അഴിയുന്നത്, മറിച്ച് നമ്മുടെ കൂടെയുള്ള കൊടും പാപികളുടെ, ക്രിമിനലുകളുടെ, കുറ്റവാളികളുടെ ബന്ധനങ്ങളും അഴിയുവാനിടയായി തീരും. ഞാൻ വിശ്വസിക്കുന്നു, കാരാഗൃഹ പ്രമാണി വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആ ജയിലിൽ ചങ്ങല അഴിഞ്ഞവരെല്ലാവരും വിശ്വസിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നമ്മളെ കഷ്ടം സഹിക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുകയാണ്, അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. കർത്താവെ അവിടുന്ന് നിത്യതയോട് അടുപ്പിക്കുന്ന, അതെ കർത്താവെ, അങ്ങയുടെ വരങ്ങൾ പ്രാപിക്കുവാൻ, അങ്ങയോട് അടുക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ തരുന്ന എല്ലാ കഷ്ടങ്ങൾക്കായിട്ട് സ്തോത്രം. ഒന്ന് പറഞ്ഞു നോക്കിയേ, കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ തരുന്ന കഷ്ടങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയോട് അടുക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ തരുന്ന എല്ലാ കഷ്ടങ്ങൾക്കായിട്ട് സ്തോത്രം എന്ന് പറയുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും, ഇന്ന് പകൽക്കാലം കഴിയും? നിശ്ചയമായിട്ടും അങ്ങനെ പ്രതികൂലങ്ങളിൽ, അല്ലാതെ സുഖമായിരിക്കുമ്പോൾ, എല്ലാം ശുഭമായിരിക്കുമ്പോൾ, എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ പാടുന്നതും എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ പാടുന്നതും തമ്മിൽ എന്തുണ്ട്? വലിയ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് 2 തിമത്തിയോസ് 3:12 2 തിമത്തി 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. നോക്കണം, ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട വളരെ വ്യക്തമായിട്ട് എടുത്തെഴുതിയിരിക്കുകയാണ്, ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്തി കുറവായിട്ട്, ഭക്തി ഇല്ലാതെ ജീവിക്കുവാനും കഴിയും, ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ കഴിയും. ഈ ഭക്തി ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഭക്തിയുടെ വേഷം കെട്ടുന്ന ആളുകളുണ്ട്. ഇന്ന് ഒരു നല്ല ശതമാനം വേഷം കെട്ടുകളാണ്. യഥാർത്ഥമായ ഒരു ഭക്തി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നില്ല. സങ്കീർത്തനങ്ങൾ 12 വായിക്കുന്ന, യഹോവയെ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാരെ കണ്ടെത്തുവാൻ കഴിയുമോ? പണ്ടൊക്കെ ഓരോ അപ്പച്ചന്മാരെയും പൂർവികന്മാരെയും അവരെ കാണുമ്പോൾ തന്നെ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ, അവരുടെ സ്തോത്രം കേൾക്കുമ്പോൾ തന്നെ, അവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ, അവരുടെ ജീവിതം കാണുമ്പോൾ തന്നെ, അവരുടെ നടപ്പും ഇരിപ്പും അവരുടെ എല്ലാ പ്രവൃത്തികളും കാണുമ്പോൾ തന്നെ അറിയാം അവർ ഭക്തന്മാരാണ്. ഭക്തന്മാരായ അപ്പച്ചന്മാരും. അവരാരും പറയണ്ട മോനെ ഞാനൊരു ഭക്തനാണെന്ന് പറയണ്ട. അല്ലാതെ തന്നെ ആളുകൾ പറയും ആ അപ്പച്ചൻ ഒരു ഭക്തനാണ്, ആ പിതാവ് ഒരു ഭക്തനാണ്, ആ പാസ്റ്റർ ഒരു ഭക്തനാണ്, ആ സഹോദരി ഒരു ഭക്തയാണ്, യഥാർത്ഥമായ ഭക്തിയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറയുവാനിടയായി തീരും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു ഭക്തൻ എന്ന് പറയുവാൻ, ഒരു ഭക്തയെന്ന് പറയുവാൻ വലിയ വലിയ പാടാണ്. എന്നാൽ അത് പ്രാപിച്ചിരിക്കണം. അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു പോകാതെ നമ്മൾ അതിനെ തിരുത്തുവാൻ തയ്യാറാകണം. നമ്മൾ അതിനെ മാറ്റുവാൻ തയ്യാറായിരിക്കണം. നമുക്കൊരു സാക്ഷ്യമുണ്ടായിരിക്കണം, നമുക്കൊരു ജീവിതം ഉണ്ടായിരിക്കണം, നമുക്കൊരു അനുഭവം ഉണ്ടായിരിക്കണം. നമ്മുടെ സാക്ഷ്യമായിരിക്കണം ഏറ്റവും ശ്രേഷ്ഠം. വെളിപ്പാട് പുസ്തകം 12:11 നമ്മൾ വായിക്കുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും സാത്താനെ ജയിച്ചു.
കുഞ്ഞാടിന്റെ രക്തം പറഞ്ഞ് രക്ഷപ്പെടുവാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഈ സാക്ഷ്യവചനമാണ് പ്രധാനം. കുഞ്ഞാടിന്റെ രക്തം മാത്രം പോരാ. എല്ലായിടത്തും ചെന്നിട്ട് യേശുവിന്റെ രക്തം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതെ, നമുക്ക് ഒരു ജീവിതമില്ലെങ്കിൽ, നമുക്കൊരു സാക്ഷ്യമില്ലെങ്കിൽ, സാക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ സാത്താന്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിന്റെ രക്തം പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിന്റെ നാമം ദുഷിക്കപ്പെടുന്നതല്ലാതെ. പണ്ട് ആരോ പറഞ്ഞു, ഞാൻ തിയോളജിയിൽ PhD എടുത്ത ആളാണ്. അപ്പോൾ വേറെ അഷറഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സഭയിലുണ്ട്. ആ സഹോദരൻ ചോദിച്ചു, പാസ്റ്ററെ, പിശാച് ഇളകുമ്പം ഈ PhD-യുടെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ പിശാച് ഓടിപ്പോവോ? പിശാച് സർട്ടിഫിക്കറ്റ് വലിച്ചു ദൂരക്കളയും, വേണമെങ്കിൽ ഒരു അടിയും കൂടെ കൊടുക്കും. നോക്കണം, PhD എടുക്കുന്നത് നല്ലതാണ്, തിയോളജി പഠിക്കുന്നത് നല്ലതാണ്, ബൈബിൾ കോളേജിൽ പോകുന്നത് നല്ലതാണ്. പക്ഷേ ഈ ബൈബിൾ കോളേജിൽ പോകുന്നതും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിഗ്രി കിട്ടി, BTHO BDO അല്ലെങ്കിൽ MTHO എന്തെങ്കിലും കിട്ടി, അത് എന്തെങ്കിലും ആണെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദുരാത്മാക്കളുടെ മേൽ, ദുഷ്ടാത്മാക്കളുടെ മേൽ ജയിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. അതിന് കൃപ ആവശ്യമാണ്. അത് കുത്തിയിരുന്നും, അത് ബൈബിൾ കോളേജിലല്ല, അത് മുട്ടോളജിയിൽ ഇരുന്നും, നമ്മുടെ അപ്പച്ചന്മാര് പറയുന്നല്ലോ, മുട്ടോളജിയിലിരുന്നും ആ മുട്ടിന്മേൽ കോളേജിൽ നിന്ന് പ്രാപിക്കണം. ഉയരത്തിൽ നിന്ന് ആ ശക്തി പ്രാപിക്കണം. ഭൂമിയിൽ കീഴ്മേൽ ഓരോ ദൈവദാസന്മാരും ഭൂമിയെ കീഴ്മേൽ ഭരിക്കുന്ന ശക്തി പ്രാപിച്ചിരിക്കണം. അപ്പോസ്തലന്മാര് വെറും സാധാരണക്കാരായ ആട്ടിടയന്മാരും മുക്കുവന്മാരും അതേ ചുങ്കക്കാരുമായ സമൂഹത്തിൽ ഏറ്റവും അധകൃതരെന്ന് വിചാരിച്ചിരുന്ന വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിലൂടെ അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ വേണ്ടി തുടങ്ങി. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതാണ്, അവരുടെ കൈകളിൽ ഡൈനാമിക് പവറുകളും, അവരുടെ കയ്യിൽ ഡൈനാമിറ്റുകളൊന്നുമില്ല. ആറ്റം ബോംബുകളോ ന്യൂക്ലിയർ ബോംബുകളും അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബുകളോ ഹീലിയം ബോംബുകളോ ഒന്നുമില്ല. അവരുടെ കൈകളിൽ ഒരു പേന കത്തി, ഒരു മലപ്പുറം കത്തി പോലും അവരുടെ കൈകളിലില്ല. അവരുടെ കൈകളിൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ, തോൽച്ചുരുളുകൾ മാത്രമേ ഉള്ളൂ. അവർ പറയാണ്, ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ, ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ. ഇന്ന് വരെ ഒരായുധങ്ങൾക്കും ഒരു ശക്തിക്കും ഭൂമിയെ കീഴ്മേൽ മറിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന മാരകമായ ബോംബുകൾക്ക് ചില പട്ടണങ്ങളെ അത് ഭസ്മമാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ചില മനുഷ്യരെ ചുട്ടുകരിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് വരെ ഒരു രാജ്യങ്ങളും ഇത്ര മാരകമായ ആയുധങ്ങൾ മനുഷ്യരുണ്ടാക്കിയിട്ടും ഒരായുധങ്ങൾക്കും ഭൂമിയെ കീഴ്മേൽ മറിക്കുവാനുള്ള ശക്തി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഭക്തൻ, അവന്റെ കൈകളിൽ ഒരു കത്തി പോലുമില്ല, ഒരു പിച്ചാത്തി പോലുമില്ല. അവന്റെ കൈകളിൽ ആകെ ഉള്ളത് ഒരു തോൽച്ചുരുളകളാണ്. അവന്റെ കൈകൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ മുട്ടുകുത്തുമ്പോൾ, അവൻ ആത്മാവിലായി കഴിയുമ്പോൾ ഭൂമി കീഴ്മേൽ മറിയുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ, ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന ശുശ്രൂഷ എന്നിലൂടെ നടക്കണം, ഞങ്ങളിലൂടെ നടക്കണം, ദൈവദാസന്മാരിലൂടെ നടക്കണം. ഇന്ന് വെറും ശുശ്രൂഷ ചെയ്യുന്ന, വെറും ഒരു സങ്കീർത്തനം മാത്രം വായിച്ച് അല്ലെങ്കിൽ വെറും ഒരു വചനം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാരുണ്ട് കർത്താവെ. ഒരു ശക്തിയും ഇല്ലാത്ത, ഒരു കൃപയും ഇല്ലാത്ത, ഇത്രയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാത്തവരുണ്ട് കർത്താവെ. എന്നാൽ കർത്താവെ, അവർക്ക് വലിയ വിശ്വാസം കൊടുക്കണമേ. അവരങ്ങനെ അവസാനിക്കുവാൻ ദൈവം അനുവദിക്കരുതേ. അസാധാരണമായ ദൈവപ്രവൃത്തി ഈ അന്ത്യ കാലഘട്ടത്തിൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ, വെറും സാധാരണ ദൈവദാസന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാരുടെ മേൽ അവിടുത്തെ ഉയരത്തിന്റെ അത്യന്തമായ ശക്തി, ആ അളവറ്റ ശക്തി കർത്താവ് പകരുമാറാകണമേ. ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന ശുശ്രൂഷ എന്നിലൂടെ നടക്കും. ഒരുപക്ഷെ ദൈവദാസന്മാരെ പ്രായം 50 കഴിഞ്ഞു കാണും, പ്രായം 60 കഴിഞ്ഞു കാണും, പ്രായം 70 കഴിഞ്ഞു കാണും. ഇനിയൊന്നും നടക്കുവാൻ വേണ്ടി പോകുന്നില്ല, എന്റെ യൗവനം കഴിഞ്ഞു, എന്റെ മധ്യവയസ്സും കഴിഞ്ഞും, ഞാനിപ്പോൾ വയോധികനായിരിക്കുന്നു, തലയെല്ലാം നരച്ചും, മുട്ടുവേദനയാണ്, കാലുവേദനയാണ്, യൂറിക് ആസിഡ് കുറഞ്ഞും, അവിടെ പ്രഷറുണ്ട്, ഇവിടെ ഷുഗറുണ്ട്, ശരീരമാസകലം പെടലി വേദനയാണ്, നെഞ്ചുവേദനയാണ്, കാലുവേദനയാണ്, ശരീരവേദനയാണ്, ശരിക്കും അധികം നിൽക്കുവാൻ കഴിയുന്നില്ല, നടക്കുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഈ ദൈവശക്തി മൺകൂടാരങ്ങളിൽ ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നമ്മളിൽ വ്യാപരിക്കുന്ന അത്യന്തമായ ശക്തി, അളവറ്റ ശക്തി ഭൂമിയെ കീഴ്മേൽ മറിക്കും. നിശ്ചയം വിശ്വസിക്കുക. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ഞാൻ ഒരു സാധാരണ വ്യക്തിയല്ല, ഞാൻ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഞാൻ ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കും ഭൂമിയെ കീഴ്മേൽ മറിക്കുവാൻ കഴിയുമെന്നുള്ള ആ വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ അവിശ്വാസങ്ങളെ ശാസിക്കുന്നു, സംശയങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിരാശകളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉണർവ് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രത്യാശ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വചനം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാരുടെ മേൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവദാസിമാരുടെ മേൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുവാൻ ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഈ മെസ്സേജ് കേൾക്കുന്നവർ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള അനേക വിശുദ്ധന്മാരുടെ മേലും ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓരോ ഗ്രാമങ്ങളിൽ നിന്നും, ഓരോ പട്ടണങ്ങളിൽ നിന്നും, ഓരോ ജില്ലകളിൽ നിന്നും, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും, ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും, ഓരോ രാജ്യങ്ങളിൽ നിന്നും, ഓരോ ഭൂഖണ്ഡങ്ങളിൽ നിന്നും അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ വലിയ സൈന്യം, കർത്താവിന്റെ ഒരു വലിയ സൈന്യം എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും കർത്താവിന്റെ വചനം അങ്ങനെ തന്നെ നിറവേറട്ടെ. കർത്താവേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ അവിശ്വാസങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ വെച്ചിരിക്കുന്ന ഞങ്ങൾ ഇത്രയാകത്തുള്ളൂ ഇത് മതി എന്ന് പറഞ്ഞ ഞങ്ങളുടെ അവിശ്വാസങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവ് നമ്മളെ ഉപയോഗിക്കും. വിടുതലിന്റെ ശുശ്രൂഷകൾ നമ്മളിലൂടെ നടക്കണം. ആത്മാവിന്റെ നിറവിലുള്ള ശുശ്രൂഷകൾ നടക്കണം. ഇന്ന് നമ്മുടെ പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾ ഉറക്കുന്നുവെങ്കിൽ ആ ഉറക്കമെല്ലാം ദൈവമേ, ഈ വചനം നിർത്തരുതേ. കറക്റ്റ് 12:30 അടയ്ക്കുന്ന പള്ളി സഭയാണെങ്കിൽ ജനങ്ങള് നിർത്തരുതേ, ഈ വചനം നിർത്തരുതേ. അതേ ആത്മസാന്നിധ്യം, ദൈവസന്നിധി വിട്ടുപോകാൻ കഴിയാതെ വണ്ണം പ്രഷറിന്റെ ഗുളികകളും ആഹാരങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നവർ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടും ദൈവസാന്നിധ്യം അനുഭവിക്കണം. അത്ഭുത രോഗശാന്തികൾ നടക്കണം. 400-ഉം 500-ഉമുള്ള പ്രഷറും അത് നോർമലായി 120-100-ഉമായിട്ട് കുറയണം. ദൈവികമായ അഭിഷേകം സഭകളിൽ വ്യാപരിക്കണം. കുറെ രോഗികളുടെ കൂട്ടമല്ല ദൈവസഭയിൽ കടന്നു വന്നിട്ടും രോഗികളായിട്ട് പോകുകയല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം സഭകളിൽ വെളിപ്പെടണം. അത് നമ്മളുടെ കൈകളിലല്ല, അത് കർത്താവിന്റെ കൈകളിലാണ്. നമ്മളൊന്ന് ആഗ്രഹിക്കാം, എന്റെ സഭയിൽ മാറ്റം നടക്കും, എന്റെ സഭയിൽ വിടുതൽ നടക്കും, എന്റെ സഭയിൽ അത്ഭുതങ്ങൾ നടക്കും, എന്റെ സഭയിലെ രോഗികൾ സൗഖ്യമാകും, എന്റെ സഭയിലെ പ്രായമുള്ളവരെ ദൈവം സന്ദർശിക്കും, വഴക്കാളികളെ ദൈവം രൂപാന്തരപ്പെടുത്തും, പ്രശ്നക്കാരെ ദൈവം മാനസാന്തരത്തിലേക്ക് നയിക്കും, സഹോദരിമാരുടെ മേൽ അഭിഷേകം വ്യാപരിക്കും. ആഴ്ചയിൽ 7 ദിവസവും സഭയിൽ പ്രാർത്ഥന നടക്കും. സഭയിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വരും. പാസ്റ്ററെ, ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് കടന്നു വരണം, രാവിലെ സഭയിൽ കടന്നു വരുവാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയം, എന്ന് ചോദിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറണം. ദൈവം അങ്ങനെ ചെയ്യട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഉണർവ് വ്യാപരിക്കും. കൊറിയയിൽ ഉണർവുണ്ടായതും രാവിലെ 4 മണിക്കും പാസ്റ്ററും ദൈവവിശ്വാസികളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടും. അതിരാവിലെയുള്ള പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നമ്മൾ കിടക്കാൻ പോകുന്നത് തന്നെ വളരെ വൈകിയാണ്. മിക്ക ദിവസങ്ങളിൽ ഞാൻ ബെഡിൽ പോകുന്നത് 12 മണിക്കാണ്. 12 മണിക്ക് പോയിട്ടും ഈ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 8 മണിക്കൂറും അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ടാണ് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നതും സഭയെ നയിക്കുന്നതും കുടുംബം നോക്കുന്നത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, വീട്ടുകാരെ നോക്കുന്നതും നാട്ടുകാരെ നോക്കുന്നതും. പിന്നെ ഓരോ ദിവസം എത്രായിരം മെസ്സേജുകളാണ് വരുന്നതും. പലപ്പോഴും പലരുടെയും മെസ്സേജുകളും വായിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം പലപ്പോഴും പലരും ശോഭിച്ചിട്ടുണ്ട്, ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും പാസ്റ്റർ ഒരു മറുപടി തന്നില്ലല്ലോ. അത് അവർ ചോദിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മളിത് എത്ര മെസ്സേജുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാം കൂടെ ഒന്ന് നോക്കി വരുമ്പോഴത്തേക്കും ചിലപ്പം ചിലതൊക്കെ മറന്നു പോകും, ചിലതൊക്കെ വിട്ടുപോകും. പിന്നെ നമ്മുടെ ഹൃദയം ദൈവം അറിയുന്നല്ലോ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം സന്തോഷത്തോടെ നമ്മളങ്ങ് കേട്ടിട്ട് നമ്മളങ്ങ് പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ഉപയോഗിക്കും, വിശ്വസിക്കാം. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു മെസ്സേജ്, ഒരു വചനം കേട്ടിട്ട് അങ്ങ് പോവുകയല്ല. നല്ല വചനമായിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു. നമ്മൾ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. ദൈവം പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അതുപോലെ തന്നെ നിറവേറും. വീണ്ടും നമ്മൾ മടങ്ങി വരികയാണ്. അതേ
2 തിമോത്തിയോസ് 3:12 ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ട്? ഉപദ്രവമുണ്ട്. ഈ അരത്തട്ടിപ്പും മുക്കാവെട്ടിപ്പും സൂത്രത്തിന്മേൽ സൂത്രം ചട്ടത്തിന്മേൽ ചട്ടം ഈ ഭക്തിയുടെ വേഷം ധരിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്ക് ഒരു വിഷയവുമില്ല. അവരെ അടിക്കടി പണം ഉണ്ടാക്കുന്നുണ്ട്. അവര് വീട് വാങ്ങിക്കുന്നുണ്ട്, ബംഗ്ലാവ് മേടിക്കുന്നുണ്ട്, എസ്റ്റേറ്റുകൾ മേടിക്കുന്നുണ്ട്. നോക്കണം, ഈ പണം ലഭിക്കുമെന്ന് പ്രസംഗിക്കുന്ന സഭകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയും അവര് നന്നാകുന്നുണ്ട്, അവര് പണം ഉണ്ടാക്കുന്നുണ്ട്, അവര് അടിക്കടി ഉയർച്ച പ്രാപിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോകുന്ന ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അവരുടെ ആ ചരിത്രം ഒന്ന് നോക്കുക, അവരുടെ കുടുംബങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി നോക്കുക. അവിടെ പോകുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും 1 രൂപ കിട്ടിയിട്ടുണ്ടോ? ഈ പറയുന്നതല്ലാതെ. അവർക്ക് പണം ഉണ്ടാകുന്നുണ്ട്. ഈ കടന്നു വരുന്ന ആളുകളെല്ലാം അനുഗ്രഹം കിട്ടും. എന്നിട്ട് സാക്ഷികളെ നിർത്തി, കള്ളസാക്ഷികളെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ടും ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുണ്ടായിരുന്ന 10 രൂപ ഞാൻ ഈ പെട്ടിക്കകത്ത് ഇട്ട് കഴിഞ്ഞപ്പം അയ്യോ എന്നെ ദൈവം എനിക്ക് 1000 തന്നു എന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യം പറയുകയും 1000 കിട്ടപ്പോൾ എനിക്ക് 10,000 കിട്ടി എന്നൊക്കെ സാക്ഷ്യം പറയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? എന്നാൽ കൊടുത്താൽ കിട്ടും, കൊടുത്താൽ കിട്ടും, കൊടുത്താൽ കിട്ടും, ഓ സാരമില്ല, ഇല്ലായ്മയിൽ നിന്ന് കൊടുത്താൽ കിട്ടും, കൂടുതൽ കിട്ടും. അങ്ങനെ ഈ ജനങ്ങളെ വഞ്ചിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുവീൻ, ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുവീൻ. ബി കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. ആ പഠിപ്പീരും അത് പഠിപ്പിക്കുവാൻ ഇന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം ജനം കൂടണമെങ്കിൽ ഈവൻ കൺവെൻഷനുകളിലാണെങ്കിലും വിടുതലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കും, ഇന്ന് നിന്റെ കുടുംബത്തിൽ വിടുതൽ നടക്കും, നിന്നോട് പോരാടുന്ന ശത്രു നിന്റെ മുമ്പിൽ ഇന്ന് പരാജയപ്പെടുകയാണ്, നിന്റെ തലമുറകളുടെ നേരെ പോരാടുന്ന ശത്രു ഇന്ന് തകരുകയാണ്, നിന്റെ ജോലിക്കെതിരെ പോരാടുന്ന ശത്രു, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഏത് കൺവെൻഷനെ ഇളകാതെ? എന്നാൽ കഷ്ടതയുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കണം, സുവിശേഷം ചെയ്യണം, പ്രതികൂലങ്ങളിൽ പതറരുത്, ധൈര്യത്തോടുകൂടെ തൻ്റെ അടുത്തോടെ ജീവൻ പോകുന്നത് വരെ നിങ്ങൾ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊന്നും അത് കേൾക്കാനോ ഒരു ഉണർവ് വ്യാപരിക്കുന്നില്ല. എന്നാൽ ഈ അവസ്ഥകളൊക്കെ മാറും. ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ കൺവെൻഷനുകളൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങും. ഇനിയുള്ള നാളുകളിൽ വെറും പ്രഹസനങ്ങൾ മാത്രമല്ല, കൺവെൻഷനിൽ കടന്നു വരുമ്പോൾ ജഡീകന്മാരെ മാനസാന്തരപ്പെടും, ജഡീകന്മാർ ആത്മീകരായി തീരും. കർത്താവ് എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഇസ്രായേൽ സന്തതികൾ ശേഖരിക്കപ്പെടും. അതെ, യാക്കോബിന്റെ സന്തതികളെ ശേഷിക്കും, ഇസ്രായേലിനെ തിരികെ കൊണ്ടുവരും, ദൈവം പ്രവൃത്തി അയക്കും. എത്ര അസ്ഥികൂടം പോലെ ഉണങ്ങിപ്പോയാലും ആർക്കും ഇതിനെ യോജിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിലും ദൈവം ഒരു ചെറിയ കാറ്റടിപ്പിച്ചാൽ മതി, ദൈവം ഒരു ചെറിയ കാറ്റടിപ്പിച്ചാൽ മതി. വർഷങ്ങളായിട്ട് നമുക്കറിയാമുള്ള പ്രവചനമുണ്ട്, തെക്ക് നിന്ന് ഒരു തീ പുറപ്പെടും, വടക്കോട്ട് അത് പുറപ്പെടും, വടക്ക് നിന്നൊരു വാൾ എഴുന്നേക്കും. ഇതൊക്കെ പ്രവചനം, അത് പ്രവചനമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ പ്രവചനം നിറവേറും. നോക്കണം, ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് ദൈവം തെരഞ്ഞെടുത്തത് മലയാളി മിഷണറിമാരെയാണ്. 98% അല്ലെങ്കിൽ 95% ഭാരത സുവിശേഷീകരണത്തിന് അത്രയും കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുവാൻ ഞാൻ വിശ്വസിക്കുന്ന ഇസ്രായേൽ മക്കളെ പോലെ തന്നെ കേരള മക്കൾക്ക് ഒരു പ്രത്യേക പദവി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേൽ മക്കളെ പോലെ കേരളത്തിലുള്ള മക്കളും ദൈവത്തിൽ നിന്നും ദൈവത്തോടും വളരെ അകന്നു പോയാലും അല്ലെങ്കിൽ ഏറ്റവും വലിയ അസ്ഥികൂടങ്ങളായി തീർന്നാലും നിശ്ചയമായിട്ടും ദൈവം കേരളത്തിൽ ഒരു ഉണർവ് വീണ്ടും അയക്കും. ആദ്യമായിട്ട് പൈനിയർ വർക്കുകൾ മുഴുവനും വടക്കേ ഇന്ത്യയിൽ ആരംഭിച്ച പൈനിയർ വർക്കുകൾ മുഴുവനും കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരും മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു, വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഔട്ടർ കോളായിരുന്നു പണ്ടുണ്ടായിരുന്നത് മുഴുവനും. വടക്കേ ഇന്ത്യയിൽ നിന്ന് കേൾക്കുമ്പോൾ ചെറുപ്പക്കാരും 10ാം ക്ലാസ് കഴിഞ്ഞവരും 11ഉം 12ഉം കഴിഞ്ഞവരും 12 കഴിഞ്ഞ് പഠിച്ചവർ വളരെ ചുരുക്കമാണ്. അവർക്ക് സ്വന്തം കാലിൽ ഒന്ന് നിൽക്കുവാനുള്ള ത്രാണിയായപ്പോൾ, ഒരു ഇരുമ്പ് വെട്ടി എടുത്ത് ട്രെയിനകത്ത് കയറുവാനുള്ള പ്രാപ്തിയായപ്പോൾ കണ്ണുനീരോടെ മാതാപിതാക്കൾ തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും ചെങ്ങന്നൂരിലും ഒക്കെ കടന്നു വന്നും കണ്ണുനീരോടെ ഒരു അത്താണിയായി തീരും, ഒരു ആശ്വാസമായി തീരും. 10ാം ക്ലാസ് കഴിഞ്ഞും 12ാം ക്ലാസ് കഴിഞ്ഞും ഏതെങ്കിലും ഒരു വിദേശ രാജ്യങ്ങളിൽ പോയി കുടുംബത്തിന്റെ ഗതി ഒന്ന് മാറും, അവസ്ഥകളൊന്ന് മാറും. മഴ പെയ്താൽ വെള്ളം അകത്ത് വീഴുന്ന വീടുകളുടെ അവസ്ഥ മാറും. അതേ അല്ലെങ്കിൽ ചാണകം മെഴുകിയ തറയുടെ അവസ്ഥകളൊക്കെ മാറുമെന്നും വിചാരിച്ച് ഈ ഭൂമിയുടെ നന്മകൾ അവർ ആഗ്രഹിക്കാതെ അവരുടെ കുഞ്ഞുങ്ങളെ അവരെന്ത് ചെയ്തു? സങ്കടത്തോടെ സന്തോഷത്തോടുകൂടെ എന്ത് ചെയ്തു? ചെങ്ങന്നൂരിലും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ട്രെയിനകത്ത് കയറ്റി
അവരെ കയറ്റിവിട്ട് അവർ മടങ്ങി വരുമ്പോൾ എന്തോ ഒരു വലിയ രാജ്യം, ഒരു സാമ്രാജ്യം പിടിച്ചെടുത്ത സന്തോഷത്തോടു കൂടെയാണ് അവരുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വടക്കേ ഇന്ത്യയിലേക്ക് വിട്ടു. വടക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവരുടെ തണുപ്പിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്, റൊട്ടിയെ കുറിച്ചും ഡാലിനെ കുറിച്ചും ഒന്നും അവർക്കറിയത്തില്ല. പക്ഷെ അവരെന്തോ വലിയ സാമ്രാജ്യം പിടിച്ചെടുത്തതുപോലെ, എന്തോ വലിയ കാര്യം അവർ ചെയ്തതുപോലെ നെഞ്ചു വിരിച്ച് സന്തോഷത്തോടെ തന്റെ ഇടത്തോടെ നോക്കണം. ദൈവം കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരെ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി അയച്ചു. എന്നാൽ ഈ കഴിഞ്ഞ ഏകദേശം 10-30 വർഷമായി കുഞ്ഞുങ്ങളെ അയക്കുവാൻ താല്പര്യമില്ല. ഏറ്റവും താണ ജോലിയാണ്, ഏറ്റവും മോശമായ ജോലിയാണ് സുവിശേഷ വേല എന്നൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, നേഴ്സ് ആകുക, വിദേശങ്ങളിൽ പോകുക, ഇതൊക്കെയാണ് ദർശനം മാറിപ്പോകുവാനിടയായി തീർന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം വീണ്ടും കേരളത്തെ എഴുന്നേൽപ്പിക്കും. കേരളത്തിൽ നിന്നൊരു വലിയ തീ കത്തും. ആ തീ വടക്കോട്ട് പായും, വടക്കോട്ട് സഞ്ചരിക്കും. ആർക്കും തടയാൻ കഴിയാത്ത വലിയ തീകോളം സകലത്തെയും ചുട്ട് കത്തിച്ച് കളയുന്ന തീയുടെ ഗുണമെന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളാണ് തീക്കുള്ളത്. ഒന്ന്, നശിപ്പിക്കേണ്ടതിനെ അത് നശിപ്പിക്കും. 2, പ്രകാശം. ഇരുട്ടത്ത് അന്ധകാരത്തിൽ ഈ തീ എന്ത് ചെയ്യും? വലിയ വെളിച്ചമായി പ്രകാശിക്കും. 3-മതായിട്ട് തീയുടെ ഗുണം, എത്ര അശുദ്ധി ഉള്ളതിനെയും എന്ത് ചെയ്യും? അത് കത്തിച്ച് കരിച്ച് സകല കീടങ്ങളും എല്ലാ മാലിന്യങ്ങളെയും നീക്കിക്കളയും. തീയുടെ 3 ഗുണങ്ങളാണ്. കത്തിച്ച് കളയേണ്ടതിനെ, നശിപ്പിക്കേണ്ടതിനെ അത് നശിപ്പിക്കും. 2, ശുദ്ധീകരിക്കേണ്ടതിനെ ഈ തീ ശുദ്ധീകരിക്കും. 3, അന്ധകാരത്തിൽ കൂരിരുട്ടിൽ ഈ തീ വലിയ പ്രകാശമായി ജ്വലിക്കുവാൻ ഇടയായിത്തീരും. മടങ്ങി വരാം. അതേ കഷ്ടം, അതായത് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? നിങ്ങൾ യഥാർത്ഥമായ ഒരു ഭക്തനാണെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാകും. പിന്നെ ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ്. ഈ RSSും ഈ ബജരംഗ് ഈ ഹിന്ദു ഐക്യ മുന്നണിയും ഇതെല്ലാം ഇവരിലൂടെ പ്രവർത്തിക്കുന്നു. ഇവരെല്ലാം പാവങ്ങളാണ്. ഇവരൊക്കെ വെറും സാധാരണക്കാർ. ഈ BJP ആണ് നമ്മുടെ ശത്രു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുതും. നരേന്ദ്രമോദിയാണ് നമ്മുടെ ശത്രു എന്നൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കരുതും. അവരെല്ലാം വെറും സാധാരണ മനുഷ്യരാണ്. ഒന്നുകിൽ ദൈവം അവരെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ശത്രു അവരെ കൈകളിലെടുക്കുന്നു. എന്തായാലും നമ്മുടെ കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ തലയിൽ നിന്നും ഒരു രോമം താഴെ വീഴണമെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കണമെങ്കിൽ അത് ഞാൻ അറിയാതെ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് തെരുവിൽ നിൽക്കുന്ന പട്ടിയെ ആർക്ക് വേണമെങ്കിലും അറിയാം. ആരും ചോദിക്കത്തില്ല, എടാ നീ എന്തിനാണ് അതിനെ എറിഞ്ഞതെന്ന് ആരും ചോദിക്കത്തില്ല. എന്നാലാം തെരുവിൽ നിന്നും കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഗേറ്റിനകത്ത്, വഴിയരികിലെ ഗേറ്റിനകത്ത് ഒരു പട്ടി കിടക്കുന്നു. ആ പട്ടി എറിയാൻ പറ്റുമോ? അതിനെ എറിഞ്ഞാൽ വിവരം അറിയും. കാരണം ആ നായ്ക്ക്, ആ പട്ടിക്ക് ഒരു യജമാനനുണ്ട്. ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരുവിലെ നായ്ക്കളല്ല. ആർക്കും എറിയാൻ പറ്റുന്ന, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരല്ല നമ്മൾ. നമുക്കൊരു യജമാനനുണ്ട്. നമ്മളെ വീണ്ടെടുത്ത വലിയ വില കൊടുത്തും. അത് എന്ത് വിലയെന്നറിയാമോ? 2 വെള്ളിക്കാശോ 50-100 വെള്ളിക്കാശോ കൊടുത്തല്ല നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാടുന്നത്, നറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ അല്ല മറുവിലയായി, എൻ പേർക്കു യാഗമായി തീർന്നവനാം ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ, നറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരം അല്ല മറുവിലയായി, എൻ പേർക്കു യാഗമായി തീർന്നവന ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. എന്നെ വീണ്ടെടുത്തിരിക്കുന്നതും വെള്ളിയോ പൊന്നോ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടെല്ലാം, കുറെ ഡോളർ കൊടുത്തെല്ലാം, ആഫ്രിക്കയിൽ നിന്ന് ഒന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ 1-2 ഡോളറുകൾക്ക് അടിമയെ വാങ്ങിച്ചതുപോലെ അല്ല എന്നെ വാങ്ങിച്ചിരിക്കുന്നതും. എന്നെ വാങ്ങിച്ചിരിക്കുന്നതും ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ ദൈവപുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് ഞാൻ. ഞാൻ വിലയില്ലാത്തവൻ. ഓഫ് കോഴ്സ് ഞാൻ ഒരു വിലയും ഇല്ലാത്തവനായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വിലയുള്ളവനാണ്. കാരണം വിലയേറിയ രക്തം കൊടുത്താണ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്.
കാണുന്ന വഴിയിലൂടെ പോകുന്ന എല്ലാവർക്കും ചാണ്ടുവാനുള്ള ഒരു സാധനമല്ല ഞാൻ. കാണുന്ന എല്ലാവർക്കും കല്ലെടുത്തെറിയുവാൻ ഉള്ള ഒരു സ്ട്രീറ്റ് ഡോഗല്ല ഞാൻ. എനിക്കൊരു യജമാനനുണ്ട്. കർത്താവ് പറയുന്നു, നിന്നെ തൊടുന്നവൻ നിന്നെ അല്ല, എന്റെ കണ്ണിലെ കൺമണിയാണ് തൊടുന്നത്. യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു, ഞാൻ അവന്റെ നേരെ കൈകുലുക്കുമെന്നാണ് പറയുന്നത്. കർത്താവ് കൈകുലുക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് ഒന്ന് നോക്കിയാൽ ആർക്കെങ്കിലും പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ? നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കും, ഞാൻ ആരാണ് എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കുവാനിടയായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭക്തി ലോകം കാണട്ടെ. നമ്മുടെ സഭയിൽ ആ ഭക്തി വെളിപ്പെടട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.